ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കൈഫ ഹാലക്കും? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ SSLC എക്സാം, അറബിക് എക്സാമിൻ്റെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ആ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു 3-4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്നുമില്ല, മുഖദ്ദിമ. ഓക്കെ, മുഖദ്ദിമ ഇനി തെറ്റൂല. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മുഖദ്ദിമ ഇനി എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. അതിനുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ടാണ് മാം നിങ്ങളടുത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ഈ മുഖദ്ദിമ എന്താ ചെയ്യുക, മുഖദ്ദിമ എങ്ങനെ എഴുതുക, ഇങ്ങനെയാണ് നിങ്ങളുടെ ഡൗട്ട് അല്ലേ? കാരണം പല കുഞ്ഞുങ്ങളും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, മാം മുഖദ്ദിമ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതെങ്ങനെ നമുക്ക് ഈസി ആക്കി എടുക്കാം എന്നുള്ളത്. അപ്പം അതിനുള്ള ഒരു ട്രിക്കായിട്ടാണ് മാം എന്ന് വന്നിട്ടുള്ളത്. സോ എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും നമ്മുടെ സൈലം ലേണിംഗ് ക്ലാസ്സിലേക്ക് ഒന്നും കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, വെൽക്കം ചെയ്യാണ്. സോ എല്ലാവരും ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് മാം നേരെ പോകുന്നത് എവിടേക്കാണ്? ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മുഖദ്ദിമ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? യുനല്ലിമു നാദി അൽ ബി ആ ഫി മദ്രസത്തി, നിങ്ങളുടെ സ്കൂളിൽ നാദി അൽ ബി ആ, അതായത് എൻവയോൺമെന്റൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്നുണ്ട്. എന്ത്? മുനാഖശത്തിന്, ഒരു ഡിസ്കഷൻ അല്ലേ? ഹൗല തഅസീറാത്തി ഇസാലത്തിൽ ഗാബാത്ത്, ഇസാലത്തിൽ ഗാബാത്തിനെ കുറിച്ച്, ഡീഫോറസ്റ്റേഷനെ കുറിച്ച് ഒരു മുനാഖശ, ഒരു ഡിസ്കഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുഖദ്ദിമത്തു അൽ ബർനാമിജ് സ്വദീഖുക, അതിൽ നിങ്ങളുടെ ഫ്രണ്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ആങ്കർ ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഫ്രണ്ടാണ് അവിടെ ആങ്കറിങ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്രണ്ടാണ്. സോ അവിടെ നിങ്ങളുടെ ഫ്രണ്ടിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാ കുഞ്ഞു മക്കളും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്കാണ് മാം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ആദ്യം നമ്മൾ ഇതൊന്ന് നോക്കാം. നമ്മളെ പാഠഭാഗത്തിലുള്ള ഒരു മുഖദ്ദിമ ഉണ്ടല്ലോ, ആ മുഖദ്ദിമ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അഹ്ലൻ അൽ മുഷാഹിദൂൻ അൽ അഇസ, പ്രിയപ്പെട്ട കാണികളെ അല്ലെ, അൽ മുഷാഹിദൂൻ അൽ അഇസ. ഇത് നമ്മളൊരു ചാനൽ ചർച്ച ആയതുകൊണ്ടാണ് പ്രിയപ്പെട്ട കാണികളെ എന്ന് അഭിസംബോധന ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ. എന്നാല് നമ്മളെ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ, അയ്യുഹൽ അസ്തിഖ അല്ലെങ്കിൽ അയ്യുഹ തുല്ലാബ് വൽ മുദരിസാത്ത് എന്നൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ അഭിസംബോധന ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, അൽ മുഷാഹിദൂൻ അൽ അഇസ അഹ്ലൻ ബിക്കും ഇലാ ഗുർഫത്തിൽ ആറാ അബ്റ ഖനാത്തി നഹ്ല അല്ലെ. അഹ്ലൻ ബിക്കും, നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇലാ ഗുർഫത്തിൽ ആറാ, എന്താണ്, ഈ ഒരു ചർച്ച റൂമിലേക്ക്, ഡിസ്കഷൻ റൂമിലേക്ക്. അബ്ര ഖനാത്തിൻ നഹ്ലത്ത്, നഹ്ലത്ത് എന്ന ചാനലിലൂടെ, അതായത് നഹ്ലത്ത് എന്ന ചാനലിന്റെ ഡിസ്കഷൻ റൂമിലേക്ക് നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. نستمع دائما إلى الأخبار والملاحظات عن تغير المناخ ونرى أنه حقيقة مخيفة في العالم المعاصر അല്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? നസ്തമിഉ, നമ്മളെ എന്നും കേൾക്കുന്നുണ്ട്, ദായിമൻ നിത്യവും, ഇലൽ അഖ്ബാരിൽ മുലാഹലാത്ത്, വാർത്തകൾ, ഒരുപാട് വാർത്തകളും വീക്ഷണങ്ങളും അല്ലെ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തിനെ കുറിച്ച്? അൻ തഗയ്യുറുൽ മുനാഖ്, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്. വനറ അന്നഹു ഹഖീഖത്തുൻ മുഖീഫത്തുൻ ഫിൽ ആലമിൽ മുആസിർ, വനറ, നമ്മൾ കാണുന്നുണ്ട്, അന്നഹു ഹഖീഖത്തുൻ മുഖീഫത്തുൻ, അതൊരു പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അല്ലെ. അൽ ആലമിൽ മുആസിർ, ഈ ഒരു ആധുനിക കാലഘട്ടത്തിലെ അതൊരു പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്ത് ഇത്തരം വാർത്തകൾ അല്ലെ. ഇനി അടുത്ത് നോക്കിയേ, മഅന ഫി ഹാദിഹിൽ ഹൽഖ ളുയൂഫുൽ കിറാം, ഇന്ന് മഅന, നമ്മുടെ കൂടെയുള്ളത്, ഫി ഹാദിഹിൽ ഹൽഖത്ത്, ഈ ഒരു എപ്പിസോഡിൽ, ളുയൂഫുൽ കിറാം, വിശിഷ്ടാതിഥികളായിട്ടുള്ള ഉസ്താദ റന കരീമ, ബാഹിസ ഫി തഅസീർ തഗയ്യുറുൽ മുനാഖ്. കണ്ടോ, ഇനി അവരുടെ പേരുകളും അവരുടെ ഡീറ്റെയിൽസുകളുമാണ് കൊടുത്തിട്ടുള്ളത്, ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഇവിടെ വരെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത്, അഹ്ലൻ വമർഹബൻ ബി ളുയൂഫിൽ കിറാം ഇലാ ഗുർഫത്തിൽ ആറാ, ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഗസ്റ്റിനെയും ഞാൻ ഈ ഡിസ്കഷൻ റൂമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കണ്ടോ, ഇതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു മുഖദ്ദിമയുടെ രൂപം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ മാം ഇവിടെ
ബ്ലൂ കളർ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത എല്ലാ സെന്റൻസുകളും നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, ഇനി റെഡ് കളറിൽ ഞാൻ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പോകുന്ന സെന്റൻസ് ദാ ഇത്, അതേപോലെ ഇത്, അതേപോലെ ദാ ഇവരുടെ ഡീറ്റെയിൽസ്, ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ള അവരുടെ ഡീറ്റെയിൽസ് കണ്ടോ. ഇത്രയും പോർഷന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആ പോർഷൻ മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി എഴുതുകയും ബാക്കി മാം ബ്ലൂ കളർ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത മുഴുവൻ പോർഷനും നിങ്ങൾ ഡെഫിനറ്റ്ലി പഠിക്കുകയും ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. അൽ മുഷാഹിദൂനൽ അഇസ എന്നത് തൊട്ട് അഹ്ലൻ ബിക്കും ഇലാ ഉർഫത്തിൽ ആറായി അബ്ര ഖനാത്തി ഡേഷ് കണ്ടോ. അബ്ര ഖനാത്ത് ചാനലിലൂടെ, ഇന്ന ചാനലിലൂടെയുള്ള ഈ ചർച്ചയ്ക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ആ ചാനലിന്റെ പേരാണ് ആദ്യമുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ എന്താ പറയാ, നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. എന്തില്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ അവിടെ ആഡ് ചെയ്യുക. പിന്നെ അൻ തഗയ്യുറൽ മുനാഹ് കണ്ടോ, എന്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ചകളും വീക്ഷണങ്ങളും വാർത്തകളും ഒക്കെ കേൾക്കുന്നത്, ആ ടോപ്പിക്കിനെയാണ് മാം ഇവിടെ റൗണ്ട് ചെയ്തത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക്ക്, ആ ടോപ്പിക്കാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൻ തഗയ്യുറുൽ മുനാഹ്, അപ്പൊ നമ്മൾ ഇവിടെ 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 കണ്ടോ, അൻ തഅസീറാത്തി ഇസാലത്തിൽ ഗാബാത്ത്, ഇതാണ് നമ്മൾ എവിടെ എഴുതി കൊടുക്കേണ്ടത്, ഇത് കണ്ടോ. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് അൻ തഅസീറാത്തി ഇസാലത്തിൽ ഗാബാത്ത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത് ഈ ഒരു പോർഷനിൽ, അത് നമ്മൾ ചാനൽ ചർച്ചയാണെങ്കിൽ മാത്രം നമ്മൾ അവിടെ അബ്ര ഖനാത്തി ഡേഷ് അതവിടെ എഴുതുക. ഇനി സ്കൂളിൽ എന്തെങ്കിലും ചർച്ചയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ പേര് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, മഅന ഫി ഹാദിഹിൽ ഹൽഖ, എന്റെ കൂടെ ഇന്ന് ഈ എപ്പിസോഡിലുള്ളത് ളുയൂഫുൽ കിറാം, വിശിഷ്ടാതിഥികളായിട്ടുള്ള ഡേഷ് ഡേഷ് ഡേഷ്. ആ ഡേഷ് ഇട്ടെടുത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡേഷ് ഇട്ടെടുത്ത് നിങ്ങൾ ആ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ളുയൂഫിന്റെ അതിഥികളുടെ പേരുകളാണ് അവിടെ കൊടുക്കേണ്ടത്. സോ മാറിപ്പോവരുത്, അതിഥികളുടെ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. യെസ്, ഇനി അടുത്തത് ലാസ്റ്റ് അഹ്ലൻ വമർഹബൻ ബിളുയൂഫിൽ കിറാം ഇലാ ഉർഫത്തിൽ ആറാ എന്ന് അങ്ങനെ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാമിയുടെ റെഡ് കളർ കൊണ്ട് അണ്ടർലൈൻ ചെയ്തതും റൗണ്ട് ചെയ്തതുമായിട്ടുള്ള വേർഡ്സ്, ആ വേർഡ്സിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ആ സ്ഥലങ്ങളിൽ ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ച് പോണം. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് نراجع المقدمة وأعد مقدمة المناقشة حول تأثيرات التلويث البيئة حسب إرشادات. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, ഈ ഇർഷാദാത്തുകളെ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഇർഷാദാത്തുകളില്ലേ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, തഅസീറാത്തു തൽവീസിൽ ബിഅ, അതായത് എന്താ പറയാ, പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു മുഖദ്ദിമ തയ്യാറാക്കണം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിയേ, കാണുന്നുണ്ടോ മക്കളെ, ഖനാത്ത്, ആ ചാനലിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അന്നബല, കണ്ടോ, അന്നബല. മൗലു, നമ്മളെ ടോപ്പിക് എന്താ, തഅസീറു തൽവീസുൽ ബിഅ. ഓക്കെ, മുഷാരിക്കൂൻ, പങ്കെടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അദ്ദക്തൂർ ജോർജ് ജോസഫ് നാഷിത്തുൻ ബിഇയുൻ, പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ജോർജ് ജോസഫ് ആണ്. അൽ ഉസ്താദത്തു ഹന ഖദീജയാണ്. മുദരിസത്തുൽ ഉലൂം, സയൻസ് അധ്യാപിക. ഉസ്താദത്തു ഹസൻ മന്നാൻ ബാഹിസുൻ ഫി അഖ്താരി തൽവീസിൽ ബിഅ, അതിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും പോർഷന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇർഷാദത്തുകള്, സൂചനകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു മുഖദ്ദിമ തയ്യാറാക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ് കണ്ടോ. ഇവിടെ ഞാൻ നോക്കിയേ, ഞാൻ അണ്ടർലൈൻ ചെയ്ത ആ പോർഷനിൽ കണ്ടോ റെഡ് കളറിൽ കൊടുത്തത്, അത് മാത്രം നമ്മൾ അവിടെ ആഡ് ചെയ്തു. ബാക്കിയൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപോലെയുള്ളതാ. നോക്കിയേ, അൽ മുഷാഹിദൂനുൽ അഇസ, പ്രിയപ്പെട്ട
കാണികളെ. അഹ്ലൻ ബിക്കും ഇലാ ഗുർഫത്തിൽ ആറായി അബ്ര കനാത്തി അന്നഹ്ല. കണ്ടോ, അന്നഹ്ല. ഇവിടെ തന്ന ചാനലിന്റെ പേരെന്താണ്? അന്നഹ്ല. അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, അന്നഹ്ല. കണ്ടോ, അടുത്തത് എന്താണ്? നസ്തമിഉ ദാഇമൻ, നമ്മൾ എന്നും കേൾക്കാറുണ്ട്. ഇലൽ അഖ്ബാരി വൽ മുലാഹലാത്ത്, ഒരുപാട് വാർത്തകളും ഒരുപാട് വീക്ഷണങ്ങളും നമ്മൾ എന്നും കേൾക്കാറുണ്ട്. അൻ തഅസീറാത്തി തൽവീസിൽ ബിഅ, അതായത് എന്തിനെ കുറിച്ച്? തഅസീറാത്തി തൽവീസിൽ ബിഎ കുറിച്ച്, പരിസ്ഥിതി മലിനീകരണത്തെ, പൊല്യൂഷനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഇത് കണ്ടോ, ഇതാണ് ടോപ്പിക്. ഇതാണ് നമ്മുടെ ടോപ്പിക്. അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നോക്കിയേ, അടുത്ത കണ്ടോ, തഅസീറാത്തു തൽവീസുൽ ബിഅ, ടോപ്പിക്. കണ്ടോ മക്കളെ? ഇനി അടുത്തത് വനറ അന്നഹു ഹഖീഖത്തുൻ മുഖീഫത്തുൻ ഫി ആലമിൽ മുആസിർ. അതൊക്കെ അങ്ങനെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് അങ്ങനെ തന്നെ കൊടുക്കാം. മഅന ഫി ഹാദിഹിൽ ഹൽഖ അൽദുയൂഫുൽ കിറാം, ഇവിടെ നമ്മുടെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥികളായ അദ്ദക്തൂർ ജോർജ് ജോസഫ്. കണ്ടോ, ഓരോരുത്തരുടെ പേര് കൊടുത്തത്. നാഷിത്തുൻ ബിഇയുൻ വ ഉസ്താദത്തു ഹന ഖദീജ മുദരിസത്തുൽ ഉലൂം വൽ ഉസ്താദു ഹസൻ മന്നാൻ ബാഹിസുൻ ഫി അഖ്താരി തൽവീസിൽ ബിഅ. കണ്ടോ, ഇതൊക്കെ അവിടെ പങ്കെടുക്കുന്ന ആൾക്കാരുടെ പേരല്ലേ? നോക്കിയേ, കണ്ടോ മക്കളെ? ഇതങ്ങനെ തന്നെ ദേ ഇവിടെ ഈ പോർഷനിൽ കൊടുത്തു. എന്നിട്ട് അവസാനം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മാം കാണിച്ചു തന്നതുപോലെ അഹ്ലൻ വ മർഹബൻ ബിളുയൂഫിൽ കിറാം ഇലാ ഗുർഫത്തിൽ ആറാ. കണ്ടോ, അപ്പോൾ ഇത്രേ ഉള്ളൂ എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണേ. ഇത്രേ ഉള്ളൂ, ഒരു പേടിയും പേടിക്കണ്ട. വളരെ 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 സിമ്പിളാണ്, വളരെ ഈസിയാണ്. സോ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതിൻ്റെ പോർഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നല്ല പോലെ പഠിച്ചു വെക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. മുഖദ്ദിമ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഖ്ബാറുൽ ആജില ഫി മുനാസബാത്തിൽ ആതിയ കമാ ഫിൽ മിസാൽ, അല്ലേ? അതായത് ബ്രേക്കിംഗ് ന്യൂസുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രേക്കിംഗ് ന്യൂസ്, അല്ലേ? വെരി സിമ്പിൾ ആണ്, വെരി ഈസി ആണ്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബിദായത്തു ഇഖ്തിബാറാത്തുൽ ഫസ്ലിൽ അവൽ, 1ാം ക്ലാസ്, അല്ലേ? അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് തബ്ദഉ അൽ ഇഖ്തിബാറാത്തു ഫസ്ലിൽ അവൽ, 1ാം ക്ലാസ്സിന്റെ ഇഖ്തിബാറാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫി മദാരിസി കേരള ഗദൻ, കേരളത്തിലെ മദ്രസകൾക്ക് നാളെയാണ്, അല്ലേ? അതേപോലെ റുഇയത്തുൽ ഹിലാലി ഈദുൽ ഫിത്തർ, ഇതൊന്ന്. ബിദായത്തു ഇഖ്തിബാറാത്തുൽ ആമ, എക്സാമിനേഷന്റെ സ്റ്റാർട്ടിങ്, അല്ലേ? അപ്പോൾ പബ്ലിക് എക്സാമിനേഷന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ അത് വെച്ചിട്ട്, ഇത് രണ്ടും വെച്ചിട്ട് നമ്മളോട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? അഖ്ബാറുൽ ആജില, ബ്രേക്കിംഗ് ന്യൂസ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നോക്കിയേ, മാം ഇവിടെ രണ്ടും വെച്ചിട്ട് ഒന്ന് ബ്രേക്കിംഗ് ന്യൂസ് തയ്യാറാക്കി നോക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഉഅലിനത് റുഇയത്തുൽ ഹിലാലി റമളാൻ വയകൂനു ഗദൻ അവ്വല അയ്യാമി ശഹ്റിൽ മുബാറക, അല്ലേ? ഉഅലിനത് റുഇയത്തുൽ ഹിലാലി റമളാൻ, റമളാൻ മാസത്തിലെ ഹിലാലിനെ എന്ത് ചെയ്തു? കണ്ടു അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു. യകൂനു ഗദൻ, നാളെ ആയിത്തീരും. അവ്വൽ അയ്യാം, ആദ്യത്തെ ദിവസം. അഷ്ഹറുൽ മുബാറക്, അനുഗ്രഹീത മാസത്തിന്റെ ആദ്യത്തെ ദിവസം നാളെയാണ് എന്നാണ്. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് നോക്കിയേ. The sighting of Ramadan crescent has been announced. Tomorrow will be the first day of the blessed month. അല്ലേ? അപ്പൊ നോക്കിയേ, അപ്പൊ അതന്നെ സെയിം സംഭവം തന്നെ. അതായത് എന്താണ്, റമലാനിലെ ഹിലാലിനെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടു. അതുകൊണ്ട് എന്താണ്, നാളെ ടുമോറോ വിൽ ബി ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ബ്ലെസ്ഡ് മന്ത്, അല്ലെ? നാളെയാണ് നല്ല അനുഗ്രഹീതമായ മാസത്തിന്റെ ആദ്യത്തെ തുടക്കം. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഇനി അടുത്ത നോക്കിയേ, യുഖാമുൽ മെഹ്റജാനുൽ മദ്രസിയ ഫി സാഹത്തി റഈസിയ യോമുൽ ഖമീസ്, അല്ലെ? യോമുൽ ഖമീസില്, തേഴ്സ്ഡേയില് എവിടെ വെച്ചിട്ട്? മെയിൻ ഗ്രൗണ്ടില്, സാഹത്തി റഈസിയ, മെയിൻ ഗ്രൗണ്ടില് വെച്ച് എന്ത് നടക്കുകയാണ്? സ്കൂൾ ഫെസ്റ്റിവൽ, മെഹ്റജാനുൽ മദ്രസി സ്കൂൾ ഫെസ്റ്റിവല് നടക്കുന്നു. നർജു അൽ ഹുദൂറ ഫി വഖ്തിൽ മുഹദ്ദദ്, അല്ലേ? അതായത് പ്ലീസ് ബി ഓൺ ദ ടൈം, നിങ്ങൾ എല്ലാവരും ഓൺ ദ ടൈമിൽ അവിടെ ഹാളിർ ആയിരിക്കണം, പ്രസന്റ് ആയിരിക്കണം, അല്ലേ? നോക്കിയേ, ദ സ്കൂൾ ഫെസ്റ്റിവൽ വിൽ ബി ഹെൽഡ് ഇൻ ദ മെയിൻ ഗ്രൗണ്ട് ഓൺ തേഴ്സ്ഡേ, പ്ലീസ് ബി ഓൺ ടൈം.
അല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈസിയാണ്. നമ്മളോടൊരു അഖ്ബാറുൽ ആജില ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള അഖ്ബാറുൽ ആജിലയാണ് അധികവും ചോദിക്കാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾ രണ്ടെണ്ണം ഒന്ന് പഠിച്ചു വെച്ച് പോയാൽ ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, അത് വളരെ വളരെ നിങ്ങൾക്ക് ഈസി ആയി മാറും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ഒരുപാട് കണ്ടൻസുകളും ഒരുപാട് ഈ കണ്ടന്റ് മുഖദ്ദിമയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളും നമുക്ക് ലൈവ് സെഷനിൽ ഡിസ്കഷൻ ചെയ്യാം. ലൈവ് സെഷൻ മറക്കരുത്, നമ്മുടെ 12-നാണ്, 3:00 PM-നാണ്. സോ എല്ലാവരും കറക്റ്റ് ടൈമിൽ പ്രസന്റ് ആവാം കേട്ടോ. അപ്പൊ ശരി മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.